നമസ്കാരം. 3 പതിറ്റാണ്ട് നീണ്ട പ്രവാസ ജീവിതത്തിന്റെ മധുര സ്മരണകളുമായി മലപ്പുറം എടരിക്കോട് സ്വദേശി തോട്ടത്തിൽ അബ്ദുൽ ഗഫൂർ ജന്മനാട്ടിലേക്ക് മടങ്ങുന്നു. ദുബായ് രാജകുടുംബത്തിന്റെ വിശ്വസ്തനായ സേവകനായി കൊട്ടാരത്തിനുള്ളിൽ മധുര പലഹാരങ്ങൾ ഒരുക്കിയിരുന്ന അപൂർവ നേട്ടവുമായാണ് ഈ മടക്കം. 1996 പിതാവ് അയച്ച വിസയിൽ ദുബായിലെത്തിയ ഗഫൂർ അന്തരിച്ച ദുബായ് ഉപഭരണാധികാരി ഷെയ്ഖ് ഹംദാൻ ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സെക്രട്ടറിയുടെ കീഴിലാണ് ഔദ്യോഗിക ജീവിതം ആരംഭിച്ചത്. പിന്നീട് 5 വർഷം ബേക്കറി മേഖലയിൽ അദ്ദേഹം നേടിയെടുത്ത പ്രാവീണ്യം ജീവിതത്തിൽ വലിയ വഴിത്തിരിവായി. ഷെയ്ഖ് ഹംദാന്റെ കൊട്ടാരത്തിലെ ബേക്കറി വിഭാഗത്തിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഗഫൂർ കഴിഞ്ഞ 24 വർഷമായി ഭരണാധികാരികളുടെയും വിശിഷ്ടാതിഥികളുടെയും പ്രിയപ്പെട്ട കൈപുണ്യമായി കൊട്ടാരത്തിൽ തുടർന്നു. രാജകുടുംബം നൽകിയ സ്നേഹവാത്സല്യങ്ങളാണ് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമെന്ന് അദ്ദേഹം ഓർത്തെടുക്കുന്നു. നാട്ടിലെത്തിയാലും തന്റെ പ്രിയപ്പെട്ട തൊഴിൽ ഉപേക്ഷിക്കാൻ ഗഫൂർ തയ്യാറല്ല. സ്വന്തമായി ഒരു ബേക്കറി സംരംഭം തുടങ്ങുവാനാണ് 50കാരനായ ഇദ്ദേഹത്തിന്റെ പദ്ധതി. മടക്ക യാത്രയ്ക്ക് മുന്നോടിയായി ദുബായ് KMCC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി ഗഫൂറിന് ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. മണ്ഡലം പ്രസിഡന്റ് VC സൈദാലവി അദ്ദേഹത്തെ പൊന്നാട അണിയിച്ച് ആദരിച്ചു. പ്രമുഖ KMCC നേതാക്കളും ചടങ്ങിൽ സംബന്ധിച്ചു. ദുബായ് KMCC തിരൂരങ്ങാടി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ മണ്ഡലം പ്രസിഡന്റ് VC സൈദാലവി ഗഫൂറിനെ പൊന്നാട അണിയിച്ച് ആദരിക്കുകയായിരുന്നു. 3 പതിറ്റാണ്ട് കാലം UAE മണ്ണിൽ അധ്വാനത്തിന്റെ വിത്തുപാകി കൊയ്തെടുത്ത ആത്മസംതൃപ്തിയോടെയാണ് അദ്ദേഹം പ്രവാസ ലോകത്തോട് വിട പറയുന്നത്. ചടങ്ങിൽ KMCC ഭാരവാഹികളായ സാദിഖ് തിരൂരങ്ങാടി, ഗഫൂർ കാലടി, യാഹു ഹാജി തെന്നല, ഇർഷാദ് കുണ്ടൂർ, സാലി പുതുപ്പറമ്പ്, റഹ്മത്തുള്ള, VK ജലീൽ, ഷെരീഫ് പെരുമണ്ണ, മുഹമ്മദ് തെന്നല തുടങ്ങിയ പ്രമുഖർ സംബന്ധിച്ചു. പ്രവാസ ഭൂമിയിൽ സാധാരണക്കാരനായി വന്ന തന്റെ കഠിനാധ്വാനത്തിലൂടെ രാജകുടുംബത്തിന്റെ വിശ്വസ്തനായി മാറിയ ഗഫൂറിന്റെ ജീവിതം എല്ലാവർക്കും മാതൃകയാണെന്ന് ചടങ്ങിൽ നേതാക്കൾ അനുസ്മരിച്ചു. നാട്ടിലെത്തുന്ന ഗഫൂർ ബേക്കറി മേഖലയിൽ പുതിയൊരു സംരംഭത്തിനാണ് തുടക്കം കുറിക്കാൻ ഒരുങ്ങുന്നത്. ഷാഹിനെയാണ് ഭാര്യ. മുഹമ്മദ് മുർഷിദ്, മുനീഷ ഫാത്തിമ, മിഷ ഫാത്തിമ, മിസ്ല എന്നിവരാണ് മക്കൾ. കേവലം ഒരു ജോലി എന്നതിലുപരി UAE ഭരണാധികാരികളുമായും രാജകുടുംബാംഗങ്ങളുമായും ഗഫൂർ പുലർത്തിയിരുന്ന ആത്മബന്ധമാണ് അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കൊട്ടാരത്തിന്റെ ഉൾത്തളങ്ങളിലെ അച്ചടക്കവും അവിടുത്തെ സ്നേഹവാത്സല്യങ്ങളും തനിക്ക് ലഭിച്ച വലിയൊരു പുണ്യമായിട്ടാണ് ഈ 50കാരൻ കാണുന്നത്. ഒരു സാധാരണ പ്രവാസിക്ക് എത്തിപ്പെടാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തുമ്പോഴും പിന്നെയും ലാളിത്യവും കൈവിടാതെയാണ് ഗഫൂർ പ്രവാസം അവസാനിപ്പിക്കുന്നത്. 30 വർഷം മുൻപ് പിതാവ് വെട്ടിത്തുറന്ന ആ പ്രവാസത്തിന്റെ വഴിയിലൂടെ സഞ്ചരിച്ച ഗഫൂർ ഒരു വലിയ സ്വപ്നത്തിന്റെ പൂർത്തീകരണവുമായാണ് മലപ്പുറത്തേക്ക് വിമാനം കയറുന്നത്. അദ്ദേഹം തയ്യാറാക്കിയ മധുര പലഹാരങ്ങൾ പോലെ തന്നെ മധുരമുള്ള ഒട്ടേറെ ഓർമ്മകൾ ദുബായ് നഗരം അദ്ദേഹത്തിന് സമ്മാനിച്ചിട്ടുണ്ട്. പ്രവാസത്തിന്റെ കയ്പും മധുരവും ഒരുപോലെ അറിഞ്ഞ ഗഫൂർ ഇനി കുടുംബത്തോടൊപ്പം ജന്മനാട്ടിന്റെ തണലിൽ വിശ്രമ ജീവിതം നയിക്കും. എരീക്കോട്ടെ പുതിയ സംരംഭത്തിലൂടെ തന്റെ കൈപുണ്യം നാട്ടുകാർക്ക് കൂടി പകർന്നു നൽകുവാനുള്ള തയ്യാറെടുപ്പിലാണ് അദ്ദേഹം. ഒരു പ്രവാസിയുടെ നിശ്ചയദാർഢ്യത്തിന്റെയും സത്യസന്ധതയുടെയും കഥ ഇവിടെ അവസാനിക്കുന്നില്ല.